triangularizability and block diagonalization ആണ്. Let T be a linear operator on a finite dimension vector space V. T is said to be triangularizable if there exists a basis B for V such that T with respect to B by E is an upper triangular matrix. അപ്പോൾ നമുക്ക് ടി എന്ന് പറയുന്ന ലീനിയർ ഓപ്പറേറ്റർ ഉണ്ട് ഓൺ എ ഫൈനൈറ്റ് ഡയമെൻഷൻ വെക്ടർ സ്പേസ് വി. ടീനെ നമുക്ക് ട്രയാങ്കുലറൈസബിൾ എന്ന് വിളിക്കണമെങ്കിൽ ഇഫ് ദെയർ എക്സിസ് എ ബേസിസ് ബി ഫോർ വി സച്ച് ദാറ്റ് ടി വിത്ത് റെസ്പെക്ട് ടു ബി കോമ ബി ഈസ് ആൻ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. ഇപ്പോൾ ടി എന്ന് പറയുന്ന ലീനിയർ ഓപ്പറേറ്റർ ഉണ്ട്, അതിനെ ട്രയാങ്കുലറൈസബിൾ എന്ന് വിളിക്കണമെങ്കിൽ നമുക്കൊരു ബേസിസ് ഉണ്ടായിരിക്കണം. ആ ബേസിസിൽ ടിക്ക് ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആയിരിക്കും ഉണ്ടാകണം. ഇനി അടുത്ത ടി ബി എന്ന് പറയുന്ന ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് ടി സെറ്റ് ടു ബി യൂണിറ്ററലി ട്രയാങ്കുലറൈസബിൾ എന്ന് പറയണമെങ്കിൽ ഇഫ് ദെയർ ഇസ് ആൻ ഓർത്തോനോമൽ ബേസിസ് ബി ഫോർ വി സച്ച് ദാറ്റ് ടി വിത്ത് റെസ്പെക്ട് ടു ബി ബി. അപ്പോൾ ഈ അടുത്തതായിട്ട് നമുക്ക് യൂണിറ്ററലി ട്രയാങ്കുലറൈസബിൾ എന്ന് വിളിക്കണമെങ്കിൽ നമുക്കൊരു ഓർത്തോനോർമൽ ബേസിസ് ബി ഉണ്ടായിരിക്കണം സച്ച് ദാറ്റ് ടി വിത്ത് റെസ്പെക്ട് ടു ബി കോമ ബി എന്ന് പറയുന്ന ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആയിരിക്കണം. ഓക്കെ, എ സ്ക്വയർ മെട്രിക്സ് ഇസ് കോൾഡ് triangularizable if and only if it is similar to an upper triangular matrix. സ്ക്വയർ മെട്രിക്സിനെ നമ്മൾ ട്രയാങ്കുലറൈസബിൾ എന്ന് വിളിക്കണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി കണ്ടീഷനാണ് അത് സിമിലർ ടു ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആയിരിക്കണം. ഇനി ഒരു സ്ക്വയർ മെട്രിക്സിനെ നമ്മൾ യൂണിറ്ററിലി ട്രയാങ്കുലറൈസബിൾ എന്ന് വിളിക്കണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദെയർ എക്സിസ്റ്റ് എ യൂണിറ്ററി മെട്രിക്സ് പി സച്ച് ആയിട്ട് പി ഇൻവേഴ്സ് എ പി എന്ന് പറയുന്നത് അപ്പർ ട്രയാങ്കുലർ ആയിരിക്കണം. യൂണിറ്ററി മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഇറ്റ്സ് കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും, യൂണിറ്ററി മെട്രിക്സ് എന്ന് വിളിക്കും. അടുത്തായിട്ട് തിയറം 6.8 ലെറ്റ് ക്യാപിറ്റൽ ബി സിക്കൽ വി വൺ കൊമേഴ്സർ വി എൻ ബി എ ബേസിസ് ഫോർ എ വെക്ടർ സ്പേസ് വി. ടി എന്ന് പറയുന്ന ലീനിയർ ഓപ്പറേറ്റർ ആണ്. ദെൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇക്വലൻറ്റ്. ടി വിത്ത് റെസ്പെക്ട് ടു ബി ബി ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. രണ്ട് ടി വി കെ ബിലോങ്സ് ടു സ്പാൻ ഓഫ് വി വൺ കൊമേഴ്സർ വി കെ. ഇനി സ്പാൻ ഓഫ് വി വൺ കൊമേഴ്സർ വി കെ ടി ഇൻവേരിയൻ്റ് ആണ്. നമുക്ക് 1 + 2 നോക്കാം. ടി വിത്ത് റെസ്പെക്ട് ടു ബി ബി അപ്പർ ട്രയാങ്കുലർ ആണെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു ഫോം നമ്മൾ ജനറൽ ഫോം അങ്ങോട്ട് കൊടുത്തു. അപ്പർ ട്രയാങ്കുലറിൻ്റെ ഡയഗണലിൻ്റെ താഴെ വരുന്നതല്ല 0 ആയിരിക്കണം, അതാണ് കണ്ടീഷൻ. ഇനി ആസ് ക്യാപിറ്റൽ ബി സിക്കൽ വി വൺ കൊമേഴ്സർ വി എൻ ബേസിസ് ആണെന്ന് പറഞ്ഞല്ലേ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ക്യാപിറ്റൽ ബി ഈക്വൽ ടു വി വൺ കൊമേഴ്സർ ബി സിക്കൽ വി വൺ കൊമേഴ്സർ വി എൻ വി ഹാവ് ടി വി കെ ഈസ് ഈക്വൽ ടു ടി വി വൺ എന്ന് പറഞ്ഞ് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കും. ടി വി വൺ എന്ന് പറഞ്ഞാൽ A11 V1 എന്ന് കിട്ടിയിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് കോളത്തിൽ അത് മാത്രം കൊടുത്തിരിക്കുന്നത്. അടുത്ത ടി വി ടു എന്ന് പറയുന്നത് A12 V1 + A22 V2 അങ്ങനെയാണ് ഓരോന്നും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ടി വി വൺ അവിടെ ഉണ്ട്, സ്പാൻ ഓഫ് V1 ടി വി ടു അവിടെ ഉണ്ട്, സ്പാൻ ഓഫ് V1 V2 ടി വി കെ അവിടെ ഉണ്ട്, സ്പാൻ ഓഫ് V1 V2 വി കെയിലുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ടി വി കെ ബിലോങ്സ് ടു സ്പാൻ ഓഫ് വി വൺ കൊമേഴ്സർ വി കെ എന്ന് അസ്യൂം ചെയ്യുന്നു. ലെറ്റ് വി ബിലോങ്സ് ടു സ്പാൻ എന്ന് നമ്മൾ എടുക്കുന്നു. ദെൻ ടി വി എവിടെ ഉണ്ടാ, ടി വി എന്ന് പറയുന്നത് ബിലോങ്സ് ടു സ്പാൻ ഓഫ് ടി വി വൺ കൊമേഴ്സർ ടി വി കെ, മൊത്തത്തിൽ ടി അപ്ലൈ ചെയ്തു. ഇനി ടി വി വൺ സ്പാൻ ഓഫ് വി വണ്ണിനകത്തിൽ ഉണ്ടല്ലോ. ഇപ്പോൾ ടി വി ടു സ്പാൻ ഓഫ് V1 V2 ടി വി കെ സ്പാൻ ഓഫ് വി വൺ കൊമേഴ്സർ വി കെയിലുണ്ട്. അപ്പോൾ നമുക്ക് ടി വി എവിടെ ഉണ്ടെന്ന് കിട്ടും, സ്പാൻ ഓഫ് വി വൺ കൊമേഴ്സർ വി കെയിലുണ്ടെന്ന് കിട്ടും. കാരണം ടി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പാൻ ഓഫ് ടി വി വൺ കൊമേഴ്സർ ടി വി കെയിലുണ്ട്. ഈ ടി വി വൺ മുതൽ ടി വി കെ വരെ ഉള്ളത് സ്പാൻ ഓഫ് വി വൺ കൊമേഴ്സർ വി കെയിലുണ്ട്. അതുകൊണ്ടാണ് ദെയർഫോർ സ്പാൻ ഓഫ് ടി അപ്പം ഒരു വി നമ്മൾ സ്പാനിനകത്ത് നിർത്തും, ടി വി അവിടെ തൊണ്ടുണ്ട്. അപ്പോൾ അതെന്തായി, ടി ഇൻവേരിയൻ്റ്. ഇനി തിരിച്ച് ഇത് ടി ഇൻവേരിയൻ്റ് ആണെന്ന് അസ്യൂം ചെയ്യും. സപ്പോസ് സ്പാൻ ഓഫ് വി വൺ കൊമേഴ്സർ വി കെ ടി ഇൻവേരിയൻ്റ് ആണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, ടി വിത്ത് റെസ്പെക്ട് ടു ബി ബി ഈസ് അപ്പർ ട്രയാങ്കുലർ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. Suppose V1 commercial VK is T invariant for each K. Also V1 commercial VK is a basis for span of V1. Suppose span of V1 commercial VK is T invariant for each K. Also V1 commercial VK is a basis for span of V1 commercial VK. Suppose span of V1 commercial VK is T invariant for each K. ഓൾസോ വി വൺ കൊമേഴ്സർ വി കെ ഈസ് എ ബേസിസ് ഫോർ ഈ സ്പാൻ ഓഫ് വി വൺ കൊമേഴ്സർ വി കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ബേസിസ് വി വൺ കൊമേഴ്സർ വി കെ ആണ്, ടി ഇൻവേരിയൻ്റ് ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഫോർ ഈച്ച് കെ. ഓൾസോ വി വൺ കൊമേഴ്സർ വി കെ ഈസ് എ ബേസിസ് ഫോർ സ്പാൻ ഓഫ് വി വൺ കൊമേഴ്സർ വി കെ. ഇനി
കാരണം സ്പാൻ ഓഫ് ഒരു സംഭവം അതിൻ്റെ ബേസിസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരുന്ന വെക്ടേഴ്സ് തന്നെയാണ്. ഈസ് ഓൾസോ ബി വൺ കോമേഴ്സറ വി കെ ഈസ് എ ബേസിസ് ഫോർ യു സിൻസ് സ്പാൻ ഓഫ് ബി വൺ കോമേഴ്സറ ഈസ് അത് ടി ഇൻവേരിയൻ്റ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ TV1 ഇതിനകത്തുള്ള V1 എടുത്തു കഴിഞ്ഞിട്ട് TV1 എടുത്തു കഴിഞ്ഞ് ഇതിൽ തന്നെ TV1 എന്ന് പറയുന്നത് ബിലോങ്സ് ടു സ്പാൻ ഓഫ് V1 ആണ്. ഇപ്പോൾ TV1 എങ്ങനെ കിട്ടും? B11 V1 എന്ന് കിട്ടും. TV2 എന്ന് പറയുന്നത് 3 നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണ്? TVK ബിലോങ്സ് ടു സ്പാൻ ഓഫ് V1 കോമേഴ്സറ VK. അപ്പോൾ TV1 ഇവിടെ ഉണ്ട്, സ്പാൻ ഓഫ് V1 TV2 എന്ന് പറയുന്നത് സ്പാൻ ഓഫ് V1 V2 അങ്ങനെ TVN എന്ന് പറയുന്ന സ്പാൻ ഓഫ് V1 കോമേഴ്സറ VN അത്രയും നമ്മൾ എഴുതി. അപ്പോൾ T വിത്ത് റെസ്പെക്ട് ടു B, B എന്ന് പറയുന്നത് എന്ത് കിട്ടും? നമുക്ക് അപ്പർ ട്രയാങ്കുലറായിട്ട് കിട്ടും. കാരണം TV1ൻ്റെ ഇമേജിൻ്റെ കോഎഫിഷ്യൻറ്റ് B11, ബാക്കിയെല്ലാം 0 കൊടുക്കണം. അടുത്ത TV2ൻ്റെ ഇമേജിൻ്റെ കോഎഫിഷ്യൻറ്റ് ആദ്യം B12 പിന്നെ B22 അതിൻ്റെ തൊട്ട് താഴെ, അങ്ങനെ ഓരോന്നിൻ്റെയും ഇങ്ങനെ എടുത്ത് താഴോട്ട് എഴുതി വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആയിരിക്കും. അതാണ് അതിൻ്റെ പ്രൂഫ്.